സുകുമാരൻ നായരെ നമ്പിയാൽ നമ്പിനവൻ പണ്ടൊരു സിനിമയിൽ ജഗതി പറഞ്ഞതുപോലെ ഉജ്ജ്വല പ്രകടനമായിരിക്കും. NSSും SNDPയും ഒരുമിക്കുന്നു. നായർ മുതൽ നസ്രാണി വരെയുള്ളവർ ഒരുമിക്കുന്നു. ഇതൊക്കെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആശയം. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ചേർന്ന് സതീശനിട്ട് കണക്കിന് കൊടുക്കുകയും ചെയ്തു. അവസാനം സുകുമാരൻ നായരീഴവ സഖ്യത്തിൽ നിന്ന് പിന്മാറി. നായരീഴവ സഖ്യത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും NSS രാഷ്ട്രീയ സംഘടനയല്ലെന്നും NSSന്റെ നിലപാട് സമദൂരമാണെന്നും സുകുമാരൻ നായർ പ്രഖ്യാപിച്ചതോടെ വെള്ളാപ്പള്ളിയുടെ ആഗ്രഹത്തിന് തിരിച്ചടി വീണു. നായരീഴവ ഐക്യം CPMും ആഗ്രഹിച്ചിരുന്നു. CPMന്റെ അജണ്ടയുടെ ഭാഗമായിരുന്നു അത്. പക്ഷേ അവസാന നിമിഷത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായി മാറി. കോൺഗ്രസിലെ ഉന്നത നേതാക്കളുടെ ഇടപെടൽ മൂലമാണ് സുകുമാരൻ നായർ സഖ്യത്തിൽ നിന്ന് പിന്മാറിയത് എന്നാണ് വാർത്ത. ഇതേക്കുറിച്ച് ഒരു വിശദീകരണം സുകുമാരൻ നായർ ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും വെള്ളാപ്പള്ളി ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഈ വാർത്ത പുറത്തുവിടുന്നത് വരെ പ്രതികരിച്ചിട്ടുമില്ല. വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒരുമിച്ച് LDFന്റെ കൂടെ ചേരും എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. LDFന് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും പിന്തുണ നൽകുകയും ചെയ്തു. പിണറായി വിജയൻ സുകുമാരൻ നായരുമായി ചർച്ച നടത്തി. അങ്ങനെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒരുമിച്ചാൽ NSSന്റെയും SNDPയുടെയും വോട്ട് LDFിലേക്ക് വരുമെന്ന് കണക്ക് കൂട്ടി LDFിലെ രാഷ്ട്രീയ തന്ത്രജ്ഞർ. അവിടെയാണ് സുകുമാരൻ നായർ തനിക്കോണം കാണിച്ചിരിക്കുന്നത്. മുമ്പ് നമ്പൂതിരി മുതൽ നായാടി വരെ എന്നൊരു മുദ്രാവാക്യവുമായി വെള്ളാപ്പള്ളി ഇറങ്ങിയിരുന്നു. അവിടെയും NSS വെള്ളാപ്പള്ളിയെ കാലുവാരി. ആ അനുഭവം വെള്ളാപ്പള്ളിക്ക് ഉണ്ട്. എന്നിട്ടും വെള്ളാപ്പള്ളി സുകുമാരൻ നായരുമായി യോജിക്കാൻ വീണ്ടും തീരുമാനിച്ചു. അതിനുള്ള ദൂതനായി തുഷാർ വെള്ളാപ്പള്ളിയെ NSS ആസ്ഥാനത്തേക്ക് പറഞ്ഞയക്കാനും വെള്ളാപ്പള്ളി തീരുമാനിച്ചു. എന്നാൽ അവസാന നിമിഷത്തിൽ സുകുമാരൻ നായർ പിന്മാറി. രാഷ്ട്രീയമാണ് പിന്മാറാനുള്ള കാരണമെന്നും NSS രാഷ്ട്രീയ സംഘടന അല്ലെന്നും സുകുമാരൻ നായർ അറിയിച്ചിരിക്കുന്നു. എല്ലാം കാട്ടിക്കൂട്ടിയിട്ട് അവസാനം ഈഴവ സമുദായത്തെ കുഴിയിൽ കൊണ്ട് ചാടിക്കുകയാണ്, അല്ലെങ്കിൽ ഈഴവ സമുദായ നേതാവായ വെള്ളാപ്പള്ളിയെ കുഴിയിൽ കൊണ്ട് ചാടിക്കുകയാണ് സുകുമാരൻ നായർ ചെയ്തത്. UDFന്റെയും BJPയുടെയും സമ്മർദ്ദ ഫലമായിട്ടാണ് സുകുമാരൻ നായർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. BJPയുടെയും കോൺഗ്രസിൻ്റെയും ഉന്നത നേതാക്കൾ സുകുമാരൻ നായരുമായി ബന്ധപ്പെടുകയും സുകുമാരൻ നായരെ പിന്തിരിപ്പിക്കുകയും ആയിരുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ NSSും SNDPയും ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടും കോൺഗ്രസിനാണ് മുന്നേറ്റം ഉണ്ടായത്. ബുദ്ധിമാനായ സുകുമാരൻ നായർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാകുമെന്നും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് പതിയെ പിന്മാറുകയാണ് സുകുമാരൻ നായർ ചെയ്തത്. മാത്രമല്ല, വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ, മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ, അത് അതേപടി സ്വീകരിക്കാൻ സുകുമാരൻ നായർക്ക് കഴിഞ്ഞതും ഇല്ല. ചുരുക്കത്തിൽ വെള്ളാപ്പള്ളി സുകുമാരൻ നായരെ വിശ്വസിച്ചു, സുകുമാരൻ നായർ വെള്ളാപ്പള്ളിയെ വഞ്ചിച്ചു. ഇതാണ് നടന്നത്. എന്തായാലും നായരീഴവ ഐക്യം എന്നുള്ളത് ഇനി ഒരു പ്രഹേളികയായി തന്നെ നിൽക്കും. ഇനിയും ഒരു പ്രഹേളികയായി തന്നെ നിൽക്കും. സുകുമാരൻ നായർ പിന്മാറിയതോടുകൂടി വെള്ളാപ്പള്ളി ആപ്പിലായിരിക്കുകയാണ്.
വെള്ളാപ്പള്ളി രാമായണം പറഞ്ഞു നടന്നത് നമ്പൂതിരി മുതൽ നസ്രാണി വരെയുള്ളവരെ, അല്ലെങ്കിൽ നായർ മുതൽ നസ്രാണി വരെയുള്ളവർ ഒരുമിച്ച് നിൽക്കും എന്നാണ്. അങ്ങനെ ഒരുമിച്ച് നിൽക്കില്ലെന്നും തങ്ങൾ പിന്മാറുകയാണെന്നും സുകുമാരൻ നായർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. മാത്രമല്ല, വെള്ളാപ്പള്ളിയെ അപമാനിക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളിയുടെ മകനോട് തന്നെ കാണാൻ വരണ്ട എന്ന് സുകുമാരൻ നായർ പറഞ്ഞു. ചുരുക്കത്തിൽ സുകുമാരൻ നായരെ നമ്പിയാൽ നമ്പിനവൻ ഉജ്ജ്വല പ്രകടനമായിരിക്കും.